ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ വീണ്ടും ഒരു ജയം കേരളത്തിന് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ് സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ. ഗോവയാണ് തോൽപ്പിച്ചിരിക്കുന്ന BJD മൃതയുടെ പ്രകാരമായിരുന്നു കേരളത്തിൻ്റെ ഇന്നത്തെ മത്സരത്തിലെ വിജയം എന്ന് പറഞ്ഞാൽ. മഴ മൂലം മത്സരം 13 ഓവറായിട്ട് വെട്ടിച്ചുരുക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ കേരളത്തിന് നേടാൻ സാധിച്ചത് 143 റൺസാണ്, 6 വിക്കറ്റ് നഷ്ടത്തിൽ 13 ഓവറിൽ. സൽമാൻ നിസാറിൻ്റെയും അതോടൊപ്പം തന്നെ സഞ്ജു സാംസണിൻ്റെയും വെടിക്കെട്ട് ബാറ്റിങ്ങും അതോടൊപ്പം തന്നെ നമ്മുടെ അബ്ദുൾ ബാസിൻ്റെ കിഡിലും ഫിനിഷിങ്ങിലുമാണ് നല്ലൊരു സ്കോർ കേരളത്തിന് അവിടെ ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും പോയിന്റ് ടേബിൾ സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ കേരളം ആന്ധ്രാപ്രദേശിന് തൊട്ട് താഴെ 2ാം സ്ഥാനത്താണ് ഗ്രൂപ്പിൽ നിൽക്കുന്നത്. മികച്ച പൊസിഷൻ തന്നെയാണ്. ഇനി കേരളത്തിന് നേടാനുള്ളത് ഗ്രൂപ്പിൽ ഇപ്പോൾ ശക്തമായി പോയിക്കൊണ്ടിരിക്കുന്ന ആന്ധ്രാപ്രദേശിനെയാണ്. 4 മത്സരങ്ങളിൽ നിന്നും 16 പോയിന്റും അതോടൊപ്പം തന്നെ +3 പോയിന്റ് നെറ്റ് റൺ റേറ്റ് ആണ് ആന്ധ്രാപ്രദേശിനുള്ളത്. അതാണ് അവർ 1ാം സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത്. എന്തായാലും കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഫോം വെച്ചിട്ട് ആന്ധ്രാപ്രദേശിനെ അടിക്കാനുള്ള ടീം കേരളത്തിനുണ്ട്. കമ്പയർ ടു ലാസ്റ്റ് സീസൺ കേരളം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. ബോളിംഗ് സൈഡിലാണെങ്കിലും ബാറ്റിംഗ് സൈഡിലാണെങ്കിലും അതോടൊപ്പം തന്നെ ഫീൽഡിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് ഫീൽഡിങ്ങിൻ്റെ കാര്യത്തിൽ എടുത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ മത്സരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആദ്യം ബാറ്റിംഗിനാണ് കേരളം. സഞ്ജു സാംസൺ 15 ബോൾ 31 റൺസ്. സോ 13 ഓവറുള്ള മത്സരത്തിൽ നമുക്ക് നോക്കി നിൽക്കാൻ സമയമില്ല. അറ്റാക്ക് ചെയ്യുന്ന നേരെ ചെയ്ത് 2 സിക്സുകളും അതോടൊപ്പം 4 ഫോറുകളും അടിച്ചിട്ടുണ്ടായിരുന്നു. 206 ആയിരുന്നു സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. രോഹനസ് കുന്നുമേൽ 14 ബോളിൽ നിന്നും 19 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആരും തന്നെ ബോളുകൾ വെറുതെ കളഞ്ഞില്ല. സൽമാൻ നിസാർ 20 ബോളിൽ നിന്ന് 34 റൺസ്. കഴിഞ്ഞ മത്സരത്തിൽ സൽമാൻ നിസാർ നല്ല ഫോമിലായിരുന്നു. സച്ചിൻ ബേബി ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ മത്സരത്തിൽ ഇഞ്ചുറി മൂലം ആൾക്ക് കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു മത്സരത്തിൽ ആൾ ലെവലിലും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇഞ്ചുറി ഭേദമായിട്ട് പെട്ടെന്ന് തന്നെ വരട്ടെ. കാരണം നമുക്ക് നന്നായിട്ട് തന്നെയാണ് സച്ചിൻ ബേബി ഈ ഒരു സീസൺ കളിച്ചു പോകുന്നത്. KCLൻ്റെ ഒരു ഇമ്പാക്ട് എല്ലാവരും കാണാനുണ്ട്. ബോളിംഗ് സൈഡിലാണെങ്കിലും ബാറ്റിംഗ് സൈഡിലാണെങ്കിലും ഫീൽഡിംഗ് സൈഡിലാണെങ്കിലും നല്ലപോലെ പ്രതിഫലിക്കുന്നുണ്ട്. ഈ ഒരു ഫോം കണ്ടിന്യൂ ചെയ്ത് പോകാൻ ടീമിന് സാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ ഈ ഒരു സെയ്ദ് മുസ്താഖ് അലി തൂക്കാൻ സാധിക്കും. നല്ല രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കിതൊരു ഡൊമസ്റ്റിക് ട്രോഫി ഇല്ല. സോ ഇപ്പോൾ നല്ലൊരു ബെസ്റ്റ് സ്ക്വാഡിനെ കിട്ടിയപ്പം അതും സഞ്ജു സാംസണിൻ്റെ അവൈലബിലിറ്റിയും കറക്റ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സെയ്ദ് മുസ്താഖ് അലി ട്രോഫി അടിക്കാൻ പറ്റുന്നൊരു സ്ക്വാഡ് നിലവിൽ ഉണ്ട് എന്ന് വിശ്വസിക്കാം. ഒരുപാട് ഭാഗത്ത് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, പക്ഷേ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ തവണ നമ്മൾ ക്വാർട്ടറിൽ അസാമിനെതിരെയൊക്കെ നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ നന്നായിട്ട് കളിച്ചാണ് കയറിയത്. പക്ഷേ ക്വാർട്ടറിൽ അസാമിനെതിരെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഗ്രൂപ്പിലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൊട്ടൻഷ്യലിന് അനുസരിച്ചുള്ള മാച്ചുകൾ വന്നിട്ടുണ്ടായിരുന്നില്ല. ഗ്രൂപ്പിൽ അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഗ്രൂപ്പിലാണ് കേരളം കയറിപ്പോയത്. അതുകൊണ്ട് തന്നെ അസാമിനെതിരെ നമ്മൾ ക്വാർട്ടറിൽ വീണു. ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇത്തവണത്തെ പോക്കും കറക്റ്റായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ദ തിങ് ഈസ് ബോളിംഗ് സൈഡിലെ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. ഓൾറെഡി 69-2 എന്ന നിലയിലാണ് ഗോവൻ ഇന്നിങ്സ് അവസാനിക്കുന്നത്. കാരണം മഴ മൂലം മത്സരം കഴിഞ്ഞു. 7.5 ഓവറിൽ 69-2 എന്ന നിലയിലായിരുന്നു. ഒരുപക്ഷെ ഈ ഒരു മത്സരത്തിൽ കളിച്ച് തുടർന്ന് പോയിരുന്നെങ്കിലും അത്ര ഈസി ആയിരിക്കില്ല 143 എന്ന സ്കോർ 13 ഓവർ ചേസ് ചെയ്യാന്നുള്ളത്. എന്തായാലും കേരളത്തിനെ സംബന്ധിച്ച് ഇത്രയും നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടി പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഇനി നമ്മൾ പുറകിലേക്ക് വലിയപ്പെടാതിരിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് ഗ്രൂപ്പിൽ ഇപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടൊരു സൈഡാണ്. അതിനെ തോപ്പിച്ച് കഴിഞ്ഞാൽ കേരളത്തിന് പോയിന്റ് ടേബിൾ 1ാം സ്ഥാനത്തേക്ക് കയറാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുക എന്നുള്ളത് കുറച്ചുകൂടി ഈസിയാവും. ആന്ധ്രാപ്രദേശിന് ഈ ഒരു മത്സരം തോപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സേഫ് സോണിലാണ്. പിന്നെ ആന്ധ്ര, മുംബൈ, മഹാരാഷ്ട്ര എന്നീ ടീമുകൾ തമ്മിലായിരിക്കും മെയിൻ പോരാട്ടം നടക്കാൻ പോകുന്നത്. ഗ്രൂപ്പിൽ രണ്ടാമത് വരാൻ വേണ്ടി ഒരു ഗ്രൂപ്പിൽ നിന്ന് 2 ടീമുകളാണ് ക്വാളിഫൈ ചെയ്യുക. എന്തായാലും ഈ ഒരു സ്ട്രോങ് സൈഡ് കമ്പയർ ടു ലാസ്റ്റ് സീസൺ ഞാൻ അഗെയിൻ റിപ്പീറ്റ് ചെയ്യണം, കമ്പയർ ടു ലാസ്റ്റ് സീസണാണ് നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ളത്. ആ ഒരു ടീം വെച്ച് എത്രത്തോളം പോകാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയപ്പെടുത്തി ബൈ ബൈ. പിന്നെ ക്വാളിറ്റിയുടെ കാര്യം ഈ ഒരു ഞാൻ ട്രാവലിങ്ങിലായതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യേണ്ടി വരുന്നത്. സോ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.